എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാലോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് ഫ്രാൻസിലൂടെ ഉള്ളൊരു യാത്രയാണ്. അതായത് ടണലിനകത്തൂടെ ഉള്ളൊരു യാത്ര. ഇത് ഫ്രാൻസാണ് ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഫ്രാൻസിലെ തന്നെ ഏറ്റവും മേജർ ഹൈവേകളിൽ ഒന്നാണ് ഇത്. ഇതിനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് A8 എന്നാണ്. A8 മോട്ടോർ വേ എന്നാണ് ഇതിനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഇത് ആൽപ്സ് പർവ്വതനിരയിലാണ് കേട്ടോ. ആൽപ്സ് പർവ്വതനിരകളെ കീറി മുറിച്ചുകൊണ്ട് ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇതേ കണക്ക് ടണലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതുവഴി പോയി കഴിഞ്ഞാൽ ഫ്രഞ്ച് റിവീറ, പിന്നെ ഇറ്റലിയുടെ പല ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. ഇതാണ് ഇറ്റലിയിലോട്ട് കയറി. ഇത് ഇറ്റലിയിലുള്ള ടണലാണ്. നേരത്തെ കണ്ടത് ഫ്രാൻസ് ആയിരുന്നു, ഇത് ഇറ്റലി ടണൽ. നമ്മുടെ സോണിയാജിയുടെ നാട്. ഇത് 1979 ഓപ്പൺ ആയത് കേട്ടോ. ഇതിന് 1105 മീറ്റർ നീളമുണ്ട്. പിന്നെ ഇതിൻ്റെ വലതുവശത്തു കൂടി മെഡിറ്ററേനിയൻ കടൽ ഉണ്ട്. അപ്പം ഈ മെഡിറ്ററേനിയൻ കടൽ ഏകദേശം യൂറോപ്പിലെ 8ഓളം രാജ്യങ്ങളുടെ ബോർഡറാണ് മെഡിറ്ററേനിയൻ കടൽ. അടിപൊളി സ്ഥലമാണ്, കണ്ടില്ലേ. പിന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ തിരഞ്ഞെടുക്കുന്ന റൂട്ടും ഇതാണ്. നല്ല നല്ല കാഴ്ചകൾ കണ്ടു പോവാം. പോകുന്ന വഴിയിലൊരു താഴ്വരയൊക്കെ ഉണ്ട്. അവിടെ സോളർ വാലി എന്നാണ് അറിയപ്പെടുന്നത്. കണ്ടില്ലേ, മെഡിറ്ററേനിയൻ കടലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ക്രൊയേഷ്യയിലേക്ക് സൈഡിൽ വരുമ്പം ഇത് അഡ്രിയാറ്റിക് സീ എന്നൊക്കെയാണ് പറയുന്നത്. കണ്ടോ, അടിപൊളിയല്ലേ. ഒരു സൈഡിലോട്ട് നോക്കിയാൽ ആൽപ്സ് പർവ്വതനിരയും മറ്റൊരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീയും. അടിപൊളി കാഴ്ച. അതുകൊണ്ട് ഒരുപാട് ട്രക്കുകൾ അവിടെ വന്ന് കിടപ്പുണ്ട്. കണ്ട അടുത്ത ടണൽ കണ്ട. യൂറോപ്പിൽ ആൽപ്സ് പർവ്വതനിര ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതുകൊണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഹെയർ പിൻ വളവുകളൊക്കെ ഉള്ള തുരങ്കങ്ങളുണ്ട്. അവിടെയൊക്കെ പ്രത്യേക പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം വാഹനങ്ങളൊക്കെ കടത്തി വിടുകയുള്ളൂ. ടൂറിസ്റ്റുകൾക്ക് അതുവഴി പ്രവേശനം ഉണ്ടോ എന്ന് അറിയാൻ വയ്യ. പിന്നെ ഹെയർ പിൻ വളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സമയം ഒരു സൈഡിലോട്ട് മാത്രമേ വാഹനങ്ങൾ കടത്തി വിടൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. കണ്ടോ അടുത്ത ടണൽ. അടിപൊളി കാഴ്ചകളാണ് എങ്ങോട്ട് നോക്കിയാലും. ഇതാണ് DI ആർമി ടണൽ. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ വിട്ടങ്ങ് പോവുകയാണ്. പർവ്വതങ്ങളെയൊക്കെ കീറി മുറിച്ചുകൊണ്ട് അതിനകത്തൂടെ ഒരു യാത്ര. അതേപോലെ യൂറോപ്പിൽ കടലിനടിയിലൂടെയും ഇത് കണക്ക് ടണലുകളുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ കാഴ്ചകൾ കിട്ടുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത പർവ്വതം കണ്ട അവിടെ. ഇനിയിപ്പം അതും മറികടന്ന് പോകണമെങ്കിൽ അടുത്ത ടണലുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇവിടെയൊക്കെ വേറെ റോഡുകൾ തിരിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ആ വഴിക്കും ഇതേപോലെ തുരങ്കങ്ങൾ കാണും. ചിലപ്പം ബീച്ചിൻ്റെ സൈഡിലോട്ടൊക്കെ പോകാനുള്ള റോഡുകളാവും. അങ്ങോട്ട് കുറേ ആൾക്കാരൊക്കെ താമസമുണ്ട്. ഇത് കണ്ടോ, ഇതായിരിക്കും സോളാർ വാലി എന്ന് പറയുന്നത്. വാലി ഓഫ് ഗോൾഡ് എന്നൊക്കെ പറയുന്ന അതാവും. കണ്ടോ, ഇവിടെ മഞ്ഞുകാലം വരുമ്പോഴത്തേക്ക് വേറെ ഒരു വൈബായിരിക്കും. നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ,
ആൽപ്സ് പർവ്വതനിരയിൽ മഞ്ഞൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന കാഴ്ചകൾ. അപ്പം ഇവിടെ നിൽക്കുന്ന ഈ വൃക്ഷങ്ങളൊക്കെ മുഴുവൻ മഞ്ഞ് വീണ് പച്ചപ്പൊന്നും കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും. വേറെ ചെറിയ റോഡൊക്കെ കണ്ടോ മലയുടെ മുകളിലോട്ടൊക്കെ കയറി പോകുന്ന? ചിലപ്പോൾ അവിടെയൊക്കെ ഗ്രാമങ്ങളൊക്കെ കാണും. അങ്ങോട്ടൊക്കെ കയറി പോകാനുള്ള റോഡുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഇത് ഈ കാണുന്നത് സോളർ പട്ടണമാണ്. സോളർ പട്ടണത്തിൻ്റെ വിദൂര ദൃശ്യമാണ് ഈ കാണുന്നത്. കുറച്ച് സൂം ചെയ്തെടുത്തൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് മെഡിറ്ററേനിയൻ കടൽ. അപ്പോൾ സൂം ചെയ്തെടുക്കുന്നതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ടാവും. യൂറോപ്പിലൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കെട്ടിടങ്ങളൊക്കെ ഏകദേശം ഒരേ മോഡലായിരിക്കും, ഒരേ നിറത്തിലുമായിരിക്കും. ഈ മേൽക്കൂരയൊക്കെ ചരിഞ്ഞിട്ട് ഉള്ള കെട്ടിടങ്ങളാണ് കൂടുതലും. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് മഞ്ഞ് വീഴ്ച കൂടുതലുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് മഞ്ഞ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അങ്ങനെ അവർ പണിയുന്നത്. യൂറോപ്പിലൂടെ സഞ്ചരിക്കുമ്പോൾ കുന്നിൻ ചെരുവുകളിൽ ഇത്തരത്തിലുള്ള ധാരാളം വീടുകൾ കാണാം. അല്പം സാഹസികവും എന്നാൽ വളരെ കാമാൻ കൂളായിട്ടുള്ളൊരു ജീവിതവുമാണ് അവരുടേത്. യൂറോപ്യന്മാർ പ്രത്യേകിച്ച് അതൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നാലോ ട്രാലോയ്ക്ക് വേണ്ടി ഞങ്ങളിലേക്ക് എത്തിച്ചത് നമ്മളുടെ പ്രിയ സുഹൃത്ത് ബിജു ഡെൻമാർക്കാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ നന്മകളും നേരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.